ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യവന്മാർ ഭാര്യ ഭർത്താക്കന്മാരുടെ ലക്ഷ്യബോധം അവരുടെ ഒന്നാകുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർ ഏറ്റവും ഹൈപ്പിലേക്ക് വരിക. ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ടെങ്കിൽ സ്വയം ആ പ്രണയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തും താങ്ങാൻ വേണ്ടി തയ്യാറായിട്ട് വേണം ആ പണിക്ക് പോകാൻ പാടുള്ളൂ. കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധവും ഉണ്ടായിക്കഴിഞ്ഞാൽ പരസ്പരം വിശ്വാസത്തോടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉയരാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. ഇപ്പൊ സാർ ഇതിനിടയിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പണ്ടും ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും വലിയ സംഭവങ്ങളായിരുന്നില്ല. പക്ഷെ ഇപ്പൊ പലതരത്തിലുള്ള വിഷയങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ന്യൂമറോളജി പ്രകാരം റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടുപേര് തമ്മിലുള്ളതായിരിക്കും. അപ്പം അതിലെന്താണ് ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുക റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഓരോരോ ശരിക്കും ന്യൂമറോളജി യഥാർത്ഥത്തിൽ കൃത്യമായി ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രണയത്തിലൊക്കെ പെട്ടവരോട് പറയാനുള്ളത്, നിങ്ങൾ യാതൊരു കാരണവശാലും പിന്നീട് നിങ്ങൾക്ക് മാച്ചിങ് ആണെന്ന് നോക്കരുത്. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് നന്മയുണ്ടെങ്കിൽ മാത്രമേ അവരെ കൂടെ കൂട്ടുള്ളൂ എന്ന്. ചിലവർ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ അടുത്ത് വന്നിട്ട് കൺസൾട്ടേഷന് വരുന്നത് തന്നെ ലവറാണ്, പക്ഷെ ഇതൊക്കെ മാച്ചിങ് ആണെങ്കിലേ കൂട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അതൊരു ഭയങ്കര മോശമായിട്ടുള്ള അല്ലേ, നല്ല വാക്കിലാണ് എനിക്ക് ഉത്തരം പറയേണ്ടത്. പക്ഷെ അതുപോലെയുള്ള സ്വഭാവം നിങ്ങൾ പ്രണയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒന്നും നോക്കരുത്, അതാണ് പറയാനുള്ളത്. അത് പ്രണയത്തിന്റെ കാര്യത്തിൽ അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ന്യൂമറോളജി എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം, അത് തീർച്ചയായിട്ടും ഈ പ്രണയത്തിന്റെ ആദ്യം തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ അല്ല എങ്കിൽ തിരഞ്ഞെടുക്കുന്ന പാർട്ട്ണറെ അത് നോക്കാം, അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. അതല്ലാതെ പേര് ഇനിയിപ്പം നിങ്ങൾ വിവാഹിതരാണ്, കുറച്ചും കൂടി മികച്ചതാക്കാൻ നമ്മുടെ പൊരുത്തം അല്ലെങ്കിൽ ചിലവർക്ക് സംസാരത്തിലായിരിക്കും പ്രശ്നം, ചിലവരുടെ രണ്ട് ലക്ഷ്യങ്ങളായിരിക്കും ജീവിതത്തിന്റെ തന്നെ, അതൊക്കെ വലിയ പ്രശ്നങ്ങളാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യവന്മാര് ഭാര്യ ഭർത്താക്കന്മാരുടെ ലക്ഷ്യബോധം അവരുടെ ഒന്നാകുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർ ഏറ്റവും ഹൈപ്പിലേക്ക് വരിക. രണ്ടുപേരുടെയും ലക്ഷ്യബോധം ഒന്നായിരിക്കണം. നമുക്ക് ഇന്നതാണ് നേടേണ്ടത് എന്നുള്ളൊരു ബോധ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഉയർച്ചയിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ ഭാഗ്യമുള്ളവരൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലക്ഷ്യബോധത്തിനെ ഒന്നാക്കുക. പിന്നെ നമ്മുടെ പേരിൽ പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന, പരസ്പരം ഡേറ്റ് ഓഫ് ബർത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജി ആണെങ്കിൽ പേരിലെങ്കിലും ഒരു ഒരുമ കൊണ്ടുവരിക. പിന്നെ ജെം സ്റ്റോൺ സജസ്റ്റ് ചെയ്യാറുണ്ട്, ബ്രേസ്ലെറ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് അതിന് അനുകൂലമായിട്ടുള്ള. പിന്നെ ഇനി അവർക്ക് തന്നെ ചിലവർക്ക് റിലേഷൻഷിപ്പ് എല്ലാം ശരിയായിരിക്കും, പക്ഷെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മികച്ചതാക്കും. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം ന്യൂമറോളജി പ്രകാരം ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം തന്നെ നോക്കി മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അതിൽ തന്നെ വേറൊരു ഇതായിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പ്രണയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ പോകണ്ട, അനുഭവിക്കാനുള്ളത് അനുഭവിച്ചോളുക, അത്രേ പറയാനുള്ളൂ. കാരണം അല്ലെ, സാക്ഷാൽ ഭഗവാൻ പോലും ദുഃഖിച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ രാമായണ കഥയാണെങ്കിലും മഹാഭാരതത്തിലാണെങ്കിലും ഭഗവാനൊന്നും വിവാഹം കഴിച്ചതൊന്നും ഒന്നും കൃത്യമായിട്ടുള്ള രീതിയിലല്ല അല്ലെ ഇറക്കി കൊണ്ടുവരലും ദൈവങ്ങളെല്ലാം. അതെ അതെ, ഭഗവാന്റെ സത്യന്റെ കാര്യത്തിലായാലും മറ്റേ രുക്മിണിയുടെ വിളിച്ചിറക്കി ഓടിച്ചു കൊണ്ടുപോവാണ്. അല്ലെ, നമ്മളെ ഏറ്റവും വലിയ ദൈവം വിശ്വസിക്കുന്ന ആളാണ് മഹാദേവനും അങ്ങനെ അതന്നെ, അതും ശരിയാണ്. അപ്പോൾ ഇതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അതിന് പിന്നെ നിയമങ്ങളില്ല. ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ടെങ്കിൽ സ്വയം ആ പ്രണയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തും താങ്ങാൻ വേണ്ടി തയ്യാറായിട്ട് വേണം ആ പണിക്ക് പോകാൻ പാടുള്ളൂ. അല്ലാത്ത ഒരു ചതിവാണ് ഈ ന്യൂമറോളജി നോക്കിയിട്ട് ഒഴിവാക്കുന്ന പരിപാടി, ജ്യോതിഷം നോക്കിയിട്ട് ഒഴിവാക്കുന്ന പരിപാടിക്ക് പോകാണ്ടിരിക്കുന്നതാണ്. അല്ല, ഇപ്പോ ശരി പറഞ്ഞപ്പോഴാണ് നമ്മള് അഫയറിലായിട്ട് ഇങ്ങനെ പൊരുത്തം നോക്കിയ സമയത്ത് ചേരില്ല എന്ന് പറഞ്ഞിട്ടും അവര് വീണ്ടും കല്യാണം കഴിച്ചിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ജീവിക്കുന്നവർ ഇപ്പോഴും. അപ്പം ഇതിനെല്ലാം അപ്പുറത്ത് മനപ്പൊരുത്തം എന്ന് പറയുന്ന ഒന്നിന് വളരെ പ്രാധാന്യം. മനപ്പൊരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മനപ്പൊരുത്തം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ന്യൂമറോളജിയിലേക്ക് കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ മനസ്സിനെയാണ് ന്യൂമറോളജിയിലേക്ക് പറയുന്നത്. ഏത് ഇപ്പോൾ 3 എന്ന എനർജി ഗുരുവിന്റെ എനർജിയാണ്. ഒരുപാട് വിദ്യാഭ്യാസം, അറിവ് ഇതൊക്കെ ശേഖരിക്കുന്നതാണ്. അപ്പോൾ അവരുടെ ചിന്താഗതിയും സൂക്ഷ്മതയിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേറൊരു 7 ഇമോഷണൽ കൈകാര്യം ചെയ്യുന്നവർ ഇവർക്ക് മാച്ചാകുമോ? അപ്പൊ ഈ മനപ്പൊരുത്തം തന്നെയാണ് ന്യൂമറോളജിയിലും പറയുന്നത്. പിന്നെ സാർ പറഞ്ഞു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം ഒന്നായിരിക്കണം. ഈ ലവ് മാരേജ് ഒക്കെ ആവുമ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അവരുടെ ലക്ഷ്യം തീർച്ചയായിട്ടും ഒന്ന് തന്നെയായിരിക്കും, മനസ്സൊന്നായിരിക്കും ലക്ഷ്യം. അവർക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധവും ഉണ്ടായി കഴിഞ്ഞാൽ പരസ്പരം വിശ്വാസത്തോടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉയരാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്.
നമ്മളിപ്പോ ഇതിനിടയിൽ ബ്രേസ്ലെറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ സാറേ, ഇപ്പൊ സാറിന്റെ കൈ കിടക്കുന്നില്ലേ, ഇതിപ്പോ ഭയങ്കര ട്രെൻഡായിട്ട് എന്താണ് ഇത് ശരിക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ അവരുടെ കയ്യിലും ഉണ്ട്, 3-4 ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് പലരും. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഓൺലൈൻ ഷോപ്പ് തന്നെ, സ്റ്റോർ തന്നെ എന്റെ കൈ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർക്ക്. ഇതിപ്പം ഞാൻ കയ്യിലിട്ടിരിക്കുന്നത് മണി മാഗ്നറ്റിന്റെ ഒരു ജെം സ്റ്റോൺ ആണ്. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലത്തെ ഓരോ സ്റ്റോൺസ് ആണെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ ഇതിലത്തെ ഓരോ സ്റ്റോൺ അതിപ്പോ ഓരോരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ച് ഞാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ചില ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്തിന് ചില സ്റ്റോണുകൾ മാച്ചാകില്ല. പക്ഷെ ഈ മണി മാഗ്നറ്റ് കോമൺ ആയിട്ടുള്ള ഒരു ഇതാണ്, എല്ലാവർക്കും ഒരുവിധം വെച്ചാണ്. പിന്നെ ചില ആൾക്ക് ചില ആവശ്യങ്ങൾ അവരുടെ എനർജിക്ക് അനുസരിച്ചിട്ട് റിലേഷൻഷിപ്പിന്റെ കുറച്ച് നമുക്ക് റെഡി ആകണം. കൂടുതൽ അഗ്രസീവ്നെസ് വരുന്ന ആൾക്കാർ, പിന്നെ പഠിക്കാൻ ശ്രദ്ധയില്ലാത്ത കുട്ടികൾക്ക്, ഇതിനൊക്കെ ഈ ജെം സ്റ്റോൺ അവരെ കുറച്ചുകൂടി അതിലേക്ക് ഫോക്കസ്ഡ് ആക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കുറച്ചു നാൾ മുൻപ് വരെ നമുക്ക് ഈ നവരത്ന മോതിരം അല്ലെങ്കിൽ പവിഴം അരതകം ഈ ഒരു ഇതിലായിരുന്നു, ഇതാണ് ട്രെൻഡ്. ഇപ്പം അത് കേരളത്തിൻ്റെതായിട്ടുള്ള രീതിയിലാണ്. ഇതിപ്പം ഇത് കേരളത്തിൽ പറയുന്ന ഇപ്പൊ സിട്രിൻ, ഈ ടൈഗർ ഐ, ഓരോരോ സ്റ്റോൺസും ഇതെല്ലാം ക്ലിയർ കോഡ്സ്, ഇതൊന്നും നമ്മൾ ക്ലിയർ കോഡ്സ് ഉണ്ട്, സ്ഫടികം എന്നാണ് അതിന്റെ പേര്. അപ്പോ ഇതില്ലാത്ത മറ്റു രാജ്യങ്ങളിലും ഇന്ത്യയിൽ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുന്ന സ്റ്റോൺസും ഉണ്ട്. എന്തുകൊണ്ട് ഇന്ന് ട്രെൻഡ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ആണ് കാരണം എല്ലാ സ്ഥലത്തേക്കും അറിവ് നമുക്ക് കിട്ടുന്ന അവസ്ഥയായി. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലത്തെ ഈ പ്രധാനപ്പെട്ട രത്നങ്ങൾ മാത്രമാണ്, ഈ നവരത്നങ്ങളാണ് കൂടുതലും അവർ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിലുപരിയായിട്ടുള്ള മറ്റ് രാജ്യക്കാരും മറ്റ് ദേശക്കാരും ഉപയോഗിക്കുന്നതും ഇവിടത്തേക്ക് വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇത് സെമി പ്രേഷ്യസ് സ്റ്റോൺസ് എന്നാണ് പറയാറ്. അപ്പോൾ അത് ഇപ്പൊ അമിത്യസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുക. അപ്പൊ അമിത്യസ്റ്റിന്റെ മലയാളം പേരെന്തെന്ന് ചിലവർ ചോദിക്കും. അതിന് ഞാനെന്ത് പേരാണ് പറയേണ്ടത്? അമിത്യസ്റ്റ് തന്നെ. കാരണം അത് ഇവിടെ ഇല്ല ഒരു സ്റ്റോൺ അല്ല. അതുപോലെ ഇഷ്ടംപോലെ സ്റ്റോൺസ് ഉണ്ട് ബ്രിട്ടീഷ് ഉപയോഗിക്കുന്ന, അങ്ങനെ കുറെ നമ്മുടെ ഈ ശ്രീലങ്കൻ, സിംഗപ്പൂർ സ്റ്റോൺസ് ഉണ്ട്. അതുപോലെ ഇന്ത്യൻ തന്നെ രാജസ്ഥാനിലത്തെ സ്റ്റോൺസ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള മതവിഭാഗങ്ങളും ഉപയോഗിക്കുന്നതാണ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഞാൻ ഇസ്ലാംസിന്റെ കൈ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ളത്, ക്രിസ്ത്യൻസിന്റെ കയ്യിൽ, അങ്ങനെ എല്ലാ മതക്കാരിലും കണ്ടിട്ടുണ്ട്. മാത്രമല്ല എനിക്കിത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്താണെന്നറിയോ, ഇപ്പൊ ഞാനിപ്പം നിങ്ങളെ പോലുള്ള ഒത്തിരി വിഭാഗത്തിൽപ്പെട്ടവരോട് സംസാരിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ ചിലര് പറയും ഡയമണ്ട് ധരിക്കാൻ, ചിലര് പറയും മരതകം ഇടാൻ, ചിലര് നവരത്ന മോതിരം തന്നെ സജസ്റ്റ് ചെയ്തിരിക്കും. പക്ഷെ ഇതൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് എല്ലാവരുടെ കയ്യിലും പണം ഉണ്ടാവണമെന്നില്ല. ഇത് കണ്ടപ്പോ തോന്നിയത് ഇത് സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണ്. 1600 ആ റേഞ്ചിൽ തന്നെ ആക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റോൺസ് ആണ്. ഞാൻ പണ്ട് നമ്മള് സ്റ്റോൺ വാങ്ങുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഇതാണ്, ഇത് എന്താ വിശ്വസിക്കാൻ പറ്റുന്നതാണോ, ഇത് പറ്റിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഇതിന്റെ മെയ്ഡ് ചെയ്യുന്ന ഇതുണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് പോയിട്ട് നേരിട്ട് ബീഡ്സ് ആണ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത്, എൻ്റെ കല്ലകൾ. എന്നിട്ടാണ് ഞാൻ മറ്റുള്ളവർക്ക് തയ്യാറാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് അവരുടെ എനർജിക്ക് അനുസരിച്ചിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും. ഇത് ജസ്റ്റ് ഇങ്ങനെ കെട്ടിക്കൊടുക്കുമല്ല, അതിൻ്റെതായ രീതിയിൽ. അതെ, ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ചിട്ട് പിന്നെ അതിനെ എങ്ങനെ ചാർജ് ചെയ്യണം ആ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഓരോരോ ജെം സ്റ്റോൺ. അങ്ങനെയും ചെയ്യണോ? അതെ. ഈ പ്രേഷ്യസ് ആയിട്ടുള്ള സ്റ്റോണിന് പൊതുവെ നെഗറ്റിവിറ്റി പൊതുവെ കുറവാണ്. പിന്നെ എന്താണ് നമുക്ക് ബൂസ്റ്റ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഈ ക്ലിയർ കോഡ്സ്, അമിത്യസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള കുറെ സ്റ്റോൺസുകൾ നമ്മൾ ശ്രദ്ധേന ഫോക്കസ്ഡ് ആക്കും. അതുപോലെ നമ്മുടെ അഗ്രസീവ്നെസ്സിനൊക്കെ മൂൺ സ്റ്റോൺ അതുപോലെയൊക്കെയുള്ള സ്റ്റോൺസ് നമുക്ക് അതിനെ ഒന്ന് കുറച്ചും കൂടി നമ്മളെ ഫ്ലെക്സിബിൾ ആക്കും. പിന്നെ ഓവർ ഫ്ലെക്സിബിളിലേക്ക് നമുക്കൊന്ന് സ്ട്രോങ് ആണെങ്കിൽ ടൈഗേഴ്സ് ആയി, അതൊക്കെ നമ്മളെ കുറച്ചും കൂടി സ്ട്രോങ് നൽകുന്നതാണ്. അപ്പൊ അങ്ങനെ ഗാർനെറ്റിന്റെ സ്റ്റോൺ അത് നമ്മളെ എന്താ പറയാ, ഒരു ലോജിക്ക് ഇല്ലാത്തവർക്ക് കുറച്ച് ലോജിക്ക് അതുണ്ട്. ഈവിളായി വേറെയാണ്. അത് ടൈഗേഴ്സ് ഐ എന്ന് പറയുന്നത് ഇതിലിപ്പോ കാണിക്കാൻ പറ്റില്ല. ഇതിലൊരു 3 സ്റ്റോൺ ടൈഗേഴ്സ് ഐ ആണ്. ടൈഗേഴ്സ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ, അത് ആ ഒരു ടൈഗറിന്റെ കണ്ണ് പോലെ തന്നെയാണ്. അതിന്റെ ഒരു ഗോൾഡൻ കളറിൽ ഇങ്ങനെ ഒരു പ്രത്യേക ലൈറ്റ് വരുന്ന രീതിയിലുള്ള സ്റ്റോൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോൺസ് ഒക്കെ ഉണ്ട്. അത് പവർ നൽകുന്നതാണ്, കൂടുതൽ പവർ നൽകുന്നത്. പിന്നെ
ഓരോരാളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് ഏത് കൈക്ക് ധരിക്കണം എന്ന് തോന്നുന്നു. ഇപ്പൊ വലത് കൈക്ക് ഇടുകയാണെങ്കിൽ നമുക്കൊരു ആധിപത്യ സ്വഭാവമാണ് ഉണ്ടാവുക. അതായത് ഞാൻ അല്ല, അതേസമയം ഇതെടുത്ത് ഇടത് കൈയിലിട്ട് കഴിഞ്ഞാലോ എനിക്ക് കുറെ സമ്പത്തിനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. സമ്പത്തിന് അങ്ങനെയാണ് ഓരോ ഇത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പിന്നെ ഇത് ന്യൂമറോളജി ഞാൻ ക്ലാസ്സും എടുക്കുന്നുണ്ട്, ക്ലാസ് ഓൺലൈനിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊരു മാസ്റ്റർ ആയിട്ട് ഇരിക്കണം, എന്നാലേ നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ മാസ്റ്റർക്ക് എപ്പോഴും അല്ലെ ആ രീതിയിലാണ് കാര്യങ്ങളെ നമുക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഓരോരാളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സമ്പത്ത് നേടുകയാണ് വേണ്ടതെങ്കിൽ അത് ഇപ്പൊ മണി മാഗ്നറ്റ് ആണെങ്കിൽ ഇടത് കയ്യിലിടാൻ വേണ്ടി പറയും. അല്ല, അപ്പൊ ഇത് നമുക്കിപ്പം ഇടയ്ക്കിടയ്ക്ക് മാറ്റി മറിച്ചു വിടും, അങ്ങനെ ഒരാൾക്കേ ഇടാവും, ഒരാൾക്ക് ഒരു സ്റ്റോൺ ഇടാവും. ഇപ്പൊ പൊതുവെ നമ്മൾ ഈ സുഹൃത്തുക്കള് പൊതുവെ നമ്മൾ കാണുന്നതാണ്, എടാ ഈ സ്റ്റോൺ ഒന്നും ഇട്ടോട്ടെ, അത് ശരിയല്ല, അത് എനർജി ശരിക്കും ഡാമേജ് ആക്കുകയാണ്, എനർജി ഡാമേജ് ആക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ നൽകുന്ന അതിന് എനർജി നമുക്ക് എനർജൈസ് ചെയ്യുന്ന പറയും. അതിനെ പിന്നെ ഇടത് കയ്യിൽ വെച്ച് വലത് കൈ വെച്ചുകൊണ്ട് നമുക്ക് അതിനെ എനർജൈസ് ചെയ്തിട്ട് അത് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എന്നിട്ടാണ് ഇത് ധരിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ധരിച്ചിട്ട് അവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇതിപ്പം ഇരിക്കുന്നത്. അതേസമയം അത് മറ്റൊരാൾ എടുത്തിടുമ്പോഴേക്കും അത് ശരിയാവുന്നില്ല. അങ്ങനെ അപ്പോ ഒന്ന് ജസ്റ്റ് ഇട്ടു, അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതിനിടെ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്ന് റീചാർജ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അതിനെ ഒഴുകുന്ന വെള്ളത്തിൽ കഴുകിയിട്ട് ഡ്രൈ ചെയ്ത് പിന്നെ ഫുൾ മൂൺ ഉള്ള ദിവസം ഫുൾ മൂൺ വെച്ച് അതിനെ പൊള്ളിച്ച്, അല്ലെങ്കിൽ ഉദയ സൂര്യന്റെ ആദ്യത്തെ രശ്മി പൊള്ളിച്ച്, അങ്ങനെയൊക്കെ ചാർജ് ചെയ്യുന്ന വിവിധ രീതികളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അവർക്കത് പിന്നെ വീണ്ടും അത് റെഡിയാക്കി കൊണ്ടുവരാം. അതാണ് ഈ ഒരു ബ്രേസ്ലെറ്റിനുള്ളിൽ ഇത്രയും ഇതിനെ വെറുതെ സ്റ്റൈല്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റൈലും ഇതിപ്പം കൈക്ക് ബ്രേസ്ലെറ്റ് ഇടുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് കരുതുക. ജസ്റ്റ് കൈക്ക് നിങ്ങൾക്ക് ഭംഗി തോന്നുന്നുണ്ടെങ്കിൽ അത് അല്ലേ ഒരു നല്ലതല്ലേ, പരീക്ഷിച്ചു നോക്കാം. അതെ അതെ. അല്ല, അത് മറ്റുള്ളവരോട് ഇപ്പം നമ്മൾ വിശ്വസിക്കണം എന്ന് ഒരാളെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഇതിൽ വിശ്വസിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോ പിന്നെ സ്റ്റൈലിഷും ആണ്. ഇപ്പൊ ഒരു ബ്രേസ്ലെറ്റ് മറ്റുള്ള ഇതല്ലാത്ത ഈ ലെതറിന്റെ ഒക്കെ ബ്രേസ്ലെറ്റിന് എന്തൊക്കെ പൈസ ഉള്ളതുണ്ട് അല്ലെ. ജാഗ്വറിന്റെ ഒക്കെ ബ്രേസ്ലെറ്റ് ഉണ്ട്, അതിനൊക്കെ 50,000 രൂപയൊക്കെ അല്ലെ, ഓൺലൈനിൽ കണ്ടതാണ്. അതിന് ടൈമിംഗ് ഒന്നുമില്ല, അങ്ങനെയുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്റ്റൈൽ തോന്നുന്നുണ്ടെങ്കിൽ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധരിക്കാം. അതെ, ചരട് കെട്ടുന്ന അതെ. അപ്പോൾ അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക്. പിന്നെ അതൊക്കെ വിട്. അതിന് ഒരു സൈക്കോളജിക്കലി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ കൃത്യം അല്ലെ, നമ്മൾ കർമ്മനിരതരാണോ, നമുക്ക് ഓർമ്മ വരണം ഈ ബ്രേസ്ലെറ്റ് കാണുമ്പോൾ. അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് കുറച്ചും കൂടി കാം ആൻഡ് ക്വയറ്റ് ആയോ, ഞാൻ എൻ്റെ അഗ്രസീവ്നെസ്സുമായിട്ടാണോ ഇപ്പൊ മുന്നോട്ട് പോകുന്നത്, ഞാൻ എൻ്റെ പാർട്ട്ണറോട് എപ്പോഴും മാന്യമായിട്ടാണോ എന്നെ സംസാരിക്കുന്നത്. അത് ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കാണുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കുന്നത് വേറെ, കാണുന്നത് വേറെ. ഉപബോധ മനസ്സ് നമ്മുടെ കാഴ്ചയിലുള്ള എല്ലാ സംഭവവും നമ്മുടെ മൈൻഡിലുണ്ട് എന്നാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചതിനെ കുറിച്ചേ നമ്മൾ അറിയുന്നുള്ളൂ എന്ന് മാത്രം. പക്ഷെ ഈ അവസ്ഥയിൽ നമ്മൾ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു സംഭവം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പിന്നെ മറ്റൊരു തരത്തിലും നമുക്ക് അതെ ഓർമ്മപ്പെടുത്തൽ, വീണ്ടും ചിന്തിക്കാൻ, ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ. അത് നിങ്ങൾ സൈക്കോളജിക്കലി നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കുക. ഇനി അതല്ല, ഇതിലത്തെ ഓരോ സ്റ്റോണിനും ഓരോ പ്രത്യേകതയും ഓരോ എനർജിയും ഉണ്ട്, അങ്ങനെ വിശ്വസിക്കുക. ഇനി അതല്ല, നിങ്ങൾ സ്റ്റൈലിഷ് മാത്രമേ നോക്കുന്നുള്ളൂ എങ്കിൽ അങ്ങനെയും നോക്കാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അതാണ്. എന്തായാലും ഇതെന്തായാലും എൻ്റെ ഒരു വലിയൊരു ഡൗട്ടാണ് സാർ ക്ലിയർ ചെയ്ത് തന്നത്.